ലോകത്തിലെ തന്നെ മഹാതീർത്ഥാടന കേന്ദ്രമായ പവിത്രമായ പ്രയാഗിൻ്റെ മണ്ണിലെ അതിശ്രേഷ്ഠമായ അക്ഷയ വടവൃക്ഷമാണ് ഈ കാണുന്നത്. ഇതൊരു ആൽമരമാണ്. പ്രയാഗ്രാജിലെ യമുന നദിക്കരയിലുള്ള അക്ബർ കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യവൃക്ഷമാണ് അക്ഷയവത്. ഒരിക്കലും നശിക്കാത്ത വൃക്ഷം. മഹാപ്രളയം വന്നാലും നശിക്കില്ലെന്നാണ് വിശ്വാസം. ഇത് പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമമാണ്. ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളീ കാണുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ് റെയിൽവേ സ്റ്റേഷനാണ്. പ്രയാഗിലെ ത്രിവേണി സംഗമത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ചെറിയ വീഡിയോ ഞാൻ പ്രയാഗിലേത് ചെയ്തിരുന്നു. ഇനി നമുക്ക് പ്രയാഗിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം, അറിയാം. പ്രയാഗിൽ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് ബലിതർപ്പണമൊക്കെ ചെയ്യാനാണ് പോകുന്നത്. അമൃതകുംഭം തൂകിയെന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രയാഗ്, ആ പ്രയാഗിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. പുരാണങ്ങളിൽ പറയുന്ന ബ്രഹ്മക്ഷേത്രം, ബ്രഹ്മാവ് ആദ്യമായിട്ട് യജ്ഞം നടത്തിയ സ്ഥലമാണ് പ്രയാഗ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മഹാക്ഷേത്രങ്ങളൊന്നും ഒത്തിരി ഉള്ളതുകൊണ്ടല്ല ഈ പേര് വന്നത്. 6ഉം 12ഉം 144 ഒക്കെ വർഷങ്ങൾ കൂടുമ്പോൾ മഹാകുംഭമേള നടക്കുന്ന സ്ഥലമാണ്. ഓരോരോ കുംഭമേളയിലും വരുന്ന ആളുകളെ ഉൾക്കൊള്ളേണ്ടതുകൊണ്ടാവാം ഇവിടെ വലിയ സ്ഥിര നിർമ്മിതികളൊന്നും ഉള്ള സ്ഥലമല്ല. കുംഭമേളയോട് അനുബന്ധിച്ച് ഇവിടെ ഉണ്ടാക്കിയ ടെൻറ്റുകളും അതുപോലെ പാലങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കാണാം. നമ്മൾ ത്രിവേണി സംഗമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 വശങ്ങളിലുമായിട്ട് കാണുന്നത് മഹാകുംഭമേള നടന്ന ഗ്രൗണ്ടുകളൊക്കെയാണ്. ഇപ്പോഴും വന്ന് നിർമ്മിച്ച ടെൻറ്റുകളും പാലങ്ങളും ഒക്കെ ഇവിടെ നമുക്ക് കാണാം. ദൂരെയായിട്ട് നമുക്ക് ശങ്കരാചാര്യ ക്ഷേത്രം കാണാം. ഇന്ന് അവിടേക്കും വൈകുന്നേരത്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് നേരിൽ കാണാൻ പറ്റും. കുംഭമേള സമയത്തൊക്കെ എത്രയോ കോടി ജനങ്ങളെ ഉൾക്കൊണ്ട സ്ഥലമാണിത്. കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളേണ്ട സ്ഥലമായതുകൊണ്ടാവാം ഇവിടെ ഒരിടത്തും തന്നെ വലിയ നിർമ്മിതികളൊന്നും കാണുന്നില്ല. താൽക്കാലികമായി ഉണ്ടാക്കിയ പാലങ്ങളും അതുപോലെ ടെൻറ്റുകളും ഒന്നും എല്ലാം തന്നെ ഒന്നും ഇപ്പോഴും പൊളിച്ചു നീക്കിയിട്ടില്ല. അതൊക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഈ ഇടതുവശത്തും വലതുവശത്തും ഒക്കെ കാണുന്ന വലിയ പാലങ്ങൾ അതുപോലെ ടെൻറ്റുകളൊക്കെ കെട്ടിയതിൻ്റെ ഭാഗങ്ങളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. കുംഭമേള സമയത്ത് നമുക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ പുണ്യഭൂമിയിലേക്ക് ഇപ്പോഴെങ്കിലും വരാൻ കഴിഞ്ഞത് വലിയ സന്തോഷമാണ് തരുന്നത്. പ്രയാഗിലെ തിരുപ്പതി ബാലാജി ക്ഷേത്രം, മഹാവിഷ്ണു പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രവും നമുക്ക് കാണാവുന്നതാണ് ഇവിടെ. ഈ കാണുന്ന ടെൻറ്റുകളിലെല്ലാം ചെറിയ കടകളൊക്കെ ഉള്ളതാണ്. ഞങ്ങൾ പോയ ദിവസം ഹോളി ആയിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാ കടകളും അടവായിരുന്നു. ഇത്രയും കടകളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, കുംഭമേള സമയത്ത് മാത്രമല്ല ഇവിടെ ആളുകൾ വരുന്നത് എപ്പോഴും ഈ പുണ്യസ്ഥലത്തേക്ക് ജനപ്രവാഹമാണ്. ഇന്ന് അവധിയായതുകൊണ്ടാണ് ഈ കടകളൊന്നും സജീവമാകാത്തത്. അല്ലെങ്കിൽ കടകളുടെയൊക്കെ ഭംഗി നമുക്ക് കാണാമായിരുന്നു. കുംഭമേളയിലും മറ്റും എത്രയോ കോടി ജനങ്ങൾ വന്നു പോയ സ്ഥലമാണ്. ഇവിടെ വളരെ നീറ്റായിട്ടാണ് ഈ തീരമൊക്കെ കിടക്കുന്നത്. മണൽത്തീരം വരെയും ഞങ്ങളുടെ ബസ്സെത്തി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒട്ടും തന്നെ ബുദ്ധിമുട്ടുണ്ടായില്ല. ഹോളി ആയതുകൊണ്ടാവാം അല്പം തിരക്കൊക്കെ കുറവുണ്ടായിരുന്നു. നോക്കത്താ ദൂരത്ത് മണൽപ്പരപ്പുള്ള വളരെ വിശാലമായ ഒരു ഏരിയ ആണ്. ഹോളി ദിവസമായതുകൊണ്ടാവാം ബോട്ടുകളൊക്കെ ധാരാളമായിട്ട് അവിടെ കാണാൻ കഴിഞ്ഞു. സർവീസ് ഇല്ലാത്ത ദിവസമായിരുന്നു, അവധിയായതുകൊണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നദിക്കരയിൽ ബലിതർപ്പണം നടത്താനുള്ള സജ്ജീകരണങ്ങളൊക്കെ നേരത്തെ തന്നെ ഞങ്ങളുടെ ടീം ഏർപ്പാട് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ഇനി ത്രിവേണി സംഗമത്തിലേക്ക് പോവുകയാണ്. പുണ്യനദി ഗംഗയും യമുനയും സരസ്വതിയും സംഗമിക്കുന്ന സ്ഥലം. അവധി ദിവസമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബോട്ടിലൊക്കെ യാത്ര ചെയ്ത് സ്നാനത്തിനൊക്കെ പോകാമായിരുന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും അല്പം വെയിലൊക്കെ ഉണ്ട്, എന്നാൽ വലിയ ചൂടില്ലാത്ത സമയമായിരുന്നു. നദികളെ ദേവതയായി കണ്ട് പൂജിക്കുന്ന, മലകളെയും മരങ്ങളെയും ഈശ്വരനായി കരുതി പൂജിക്കുന്ന, പ്രകൃതി ശക്തികളെ ഈശ്വരനായി കരുതി പൂജിച്ച് അവയെ ലോകമുള്ളൊരു കാലം എല്ലാവർക്കുമായി സർവ്വചരാചരങ്ങൾക്കും വേണ്ടി നിലനിർത്തുവാൻ പോകുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള ഒരു മഹത്തായ സംസ്കാരത്തെ ഉൾക്കൊണ്ട് ഞാനും എന്നോടൊപ്പം ഉള്ളവരും ത്രിവേണിയിലേക്ക് പോവുകയാണ്. ഹോളി ദിവസമായതുകൊണ്ട് ബോട്ട് സർവീസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ചെന്ന സമയത്ത് വലിയ തിരക്കും കുറവായിരുന്നു. വിശാലമായ പൂഴിപ്പരപ്പിലൂടെ ചെരുപ്പൊന്നും ഉപയോഗിക്കാതെയാണ് എല്ലാവരും നടന്നത്. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒട്ടും തന്നെ ചൂടില്ലായിരുന്നു. എല്ലാവരും ഒരേ ലക്ഷ്യത്തിൽ സംഗമസ്ഥാനത്തേക്ക് പോവുകയാണ്. പരമപവിത്രമായ ആ സംഗമസ്ഥാനത്ത് പോയി ഒന്ന് മുങ്ങി നിവർന്ന് ബലിതർപ്പണം ചെയ്യാനായിട്ട് എല്ലാവരും ഒരേ മനസ്സോടെ നല്ല സ്പീഡിൽ തന്നെ എല്ലാവരും നടക്കുകയാണ്. നദിയും വെള്ളമൊക്കെ ഒത്തിരി ഹരമായിട്ടുള്ള ഞാനും അവരുടെ ഒപ്പം സ്പീഡിൽ തന്നെയുണ്ട്. എന്തോ ഒരു പ്രത്യേക ആവേശമായിരുന്നു ഉള്ളതെന്ന് തോന്നുന്നു എല്ലാവർക്കും. അത്രയ്ക്കും കാണാനും പോകാനും ഒക്കെ ആഗ്രഹിച്ച സ്ഥലമായിരുന്നു ഈ പുണ്യസ്ഥലം.
അങ്ങനെ പുണ്യനദി ഗംഗയും യമുനയും സരസ്വതിയും സംഗമിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് കുളിക്കുവാനുള്ള സ്ഥലം അല്പം കെട്ടിത്തിരിച്ചിട്ട് ഉള്ള സ്ഥലത്തായിരുന്നു. അരഭാഗത്തിൽ കൂടുതൽ വെള്ളം ഞങ്ങൾ ഇറങ്ങിയെടുത്ത് തന്നെ ഉണ്ടായിരുന്നു. വെള്ളം പകുത്ത് നിർത്തിയതിനപ്പുറമുള്ള സ്ഥലത്തേക്ക് ഇറങ്ങാൻ അനുവാദമില്ല. ഞാൻ നിൽക്കുന്നത് എൻ്റെ വലതു ഭാഗത്താണ് യമുന, ഇടതുഭാഗത്ത് ഗംഗ, അദൃശ്യയായിട്ട് സരസ്വതി നദിയും. കെട്ടി നിർത്തിയിരിക്കുന്നതിനപ്പുറമുള്ള ജലം ഒഴുകുന്നത് കണ്ടല്ലോ. നല്ല കണ്ണുനീര് പോലത്തെ വെള്ളമാണ് ഗംഗയിലൂടെ ത്രിവേണി സംഗമത്തിലൂടെ ഒഴുകുന്നത്. നദിയുടെ ഒഴുക്ക് കണ്ടാൽ തന്നെ എത്ര നീന്താൻ അറിയാവുന്നവരും പകച്ചു പോകും, അത്രയ്ക്കും ഒഴുക്കാണ്. ഞാൻ എത്തിക്കുത്തി നിന്നാണ് അല്പം വെള്ളം അപ്പുറത്ത് നിന്ന് എടുത്ത് തലയിലേക്ക് ഒഴിച്ചത്. നല്ല ഒഴുക്കാണ്. ഞങ്ങൾ കുളിക്കാനിറങ്ങിയ സ്ഥലത്ത് നാനാവർണ്ണ പ്രപഞ്ചമായിരുന്നു. അന്നത്തെ ദിവസം ഹോളി ആയിരുന്നതുകൊണ്ട് ഹോളി കളിച്ചവരെല്ലാം അതിനകത്ത് കുളിക്കാനുണ്ടായിരുന്നു. യമുനയുടെ ഭാഗമാണ്. ഇതിവിടെയാണ് സംഗമിക്കുന്നത്. ത്രിവേണി ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്ത് കഴിഞ്ഞാൽ ആത്മശുദ്ധി വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി ഞങ്ങൾ ബലിതർപ്പണം ചെയ്യുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇന്ന് ഹോളി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാട്ടും ബഹളവും ഇവിടെ നദീതീരത്ത് ഉണ്ടായിരുന്നു. ഇനി ബലിതർപ്പണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കാണും. വേദനിന്ദ, ധർമ്മനിന്ദ, ശാസ്ത്രനിന്ദ, ആചാര്യനിന്ദ, ദൈവനിന്ദ, അതിഥിനിന്ദ, ബാലനിന്ദ, സ്ത്രീനിന്ദ, പുരുഷനിന്ദ, നദീനിന്ദ, സ്ഥാനനിന്ദ, ക്ഷേത്രനിന്ദ, തീർത്ഥനിന്ദ, മാതൃനിന്ദ, പിതൃനിന്ദ, തിരസ്കാര, സ്ത്രീ പുരുഷ പ്രീതിഭേദന. ഒരു പണ്ഡിത ശ്രേഷ്ഠനാണ് ഞങ്ങൾക്ക് മന്ത്രങ്ങളൊക്കെ അവിടെ ഉരുവിട്ട് തന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലൊരു ബലിതർപ്പണം നടത്തിയത്. അതും ഇതുപോലൊരു പുണ്യഭൂമിയിൽ ചെയ്യാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക്, അതും അച്ഛനോടോ അമ്മയോടോ ഗുരുവിനോടോ ആചാര്യനോടോ സ്ത്രീകളോടോ സഹോദരങ്ങളോടോ കൂട്ടുകാരോടോ സസ്യജന്തുജാലങ്ങളോടോ ഒക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നദി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മാപ്പപേക്ഷിച്ച് ക്ഷമയാചി ചെയ്യുന്ന ഒരു ചടങ്ങായിരുന്നു അത്. എൻ്റെ മനസ്സിനെ ഏറെ ചിന്തിപ്പിച്ച ഒരു ചടങ്ങ് തന്നെയായിരുന്നു അത്. ശേഷം ഞങ്ങൾ പോയത് അക്ബർ കോട്ട കാണാനാണ്. മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ ഉറവിടമാണ് പ്രയാഗ്. മനുഷ്യർക്ക് ഒത്തിരി സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന സ്ഥലമാണിതെന്നാണ് പറയുന്നത്. ആത്മീയത ഉള്ളിലുള്ളവർക്ക് ഏറെ ആനന്ദദായകമായ ഒരു സ്ഥലം. പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ധാരാളം സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുണ്യസ്ഥലമാണിത്. അതുകൊണ്ടാണ് ഭക്തിയും വിശ്വാസവും ഉള്ള മഹത്തായ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഈ സ്ഥലത്തേക്ക് ഇതുപോലെ ആളുകൾ എത്തുന്നത്. ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രയാഗിലെ ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളും ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ. ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.